എമ്പുരാന്റെ ടീസർ റിലീസാവുന്നതിന് മുമ്പേ പൃഥ്വിരാജ് പങ്കുവച്ച അനൗൺസ്മെന്റ് പോസ്റ്ററിലെ സൂചനകൾ സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചയാക്കിയിരിക്കുകയാണ് ആരാധകർ. പഴയ ഒരു കെട്ടിടത്തിന് മുന്നിൽ ഒരു വാഹനം നിർത്തിയിരിക്കുന്നതാണ് പോസ്റ്ററിലെ ചിത്രം. വാതിൽപ്പടിയിൽ നിന്നുള്ള കാഴ്ചയാണിത്. വാഹനത്തിന് പിന്നിൽ വളരെ ഉയരമുള്ള ഗോപുരവുമുണ്ട്. ഒറ്റനോട്ടത്തിൽ വിദേശമാണെന്ന് വ്യക്തം. ഇലുമിനാറ്റിയുമായി ബന്ധപ്പെട്ട അനവധി സൂചനകളും പ്രതീകമായ ഷോട്ടുകളും സീനുകളും എല്ലാം ലൂസിഫറിൽ അടങ്ങിയിരുന്നു. ചിത്രത്തിൽ മോഹൻലാൽ ഉപയോഗിക്കുന്ന കാറിൻ്റെ നമ്പർ ചെകുത്താൻ്റെ നമ്പർ എന്ന് വിശ്വസിക്കുന്ന 666 ആണ്. ആവർത്തിച്ചു വരുന്ന ഇത്തരം സംഖ്യകളെ ഏഞ്ചലിക് നമ്പർ എന്നാണ് വിളിക്കുന്നത്. ടീസർ 26-ാം തീയതി 7/7 707 എന്ന പ്രത്യേകത തോന്നിക്കുന്ന സംഖ്യയുടെ അർത്ഥം ആത്മീയതയെ കണ്ടെത്തുക, ഉള്ളിലുള്ള തോന്നലുകളെ വിശ്വസിക്കുക എന്നൊക്കെയാണ്. പോസ്റ്ററിലെ ഗോപുരം ഈജിപ്തിലുള്ള ലക്സോറിലെ ഒബലിക്സ് ഗോപുരം ആണ് എന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ. തട്മോസ് മൂന്നാമൻ എന്ന ഫറവോയുടെ 30 വർഷത്തെ ഭരണം ആഘോഷിക്കുന്നതിനായി 3500 വർഷങ്ങൾക്ക് മുൻപ് പണികഴിപ്പിച്ച ഗോപുരമാണത്രേ ഇത്. ലോകത്തെ ഏറ്റവും വലിയ ഒബേസിൽക്സ് ആയ ഈ ഗോപുരം സ്വർഗത്തെ ഭൂമിയുമായി ബന്ധിപ്പിക്കുന്ന സ്തൂപമാണെന്നും നക്ഷത്രങ്ങളിൽ നിന്നും ഭൂമിയിലേക്ക് വന്ന ദൈവങ്ങളോട് സംസാരിക്കാനുള്ള വിശുദ്ധമായ മാർഗമാണെന്നുമൊക്കെ വിശ്വസിച്ചു വരുന്നു. ഒബേസിൽക്കുകൾ നിത്യതയുടെയും അനശ്വരതയുടെയും പ്രതീകമാണ് എന്ന് ഈജിപ്തിലെ ജനങ്ങൾക്കിടയിൽ ഒരു വിശ്വാസമുണ്ട്. പോസ്റ്ററിലെ വാഹനം 2011 മോഡൽ ജി വാഗൺ ആയതുകൊണ്ട് എബ്രഹാം ലൂസിഫറിലെ സംഭവങ്ങൾക്ക് മുൻപുള്ള കാലം കാണിക്കുന്ന ഒരു രംഗമാവാം ഇത്. 2011 ഇറാഖ് യുദ്ധം അവസാനിച്ചത്. ഇറാഖ് യുദ്ധത്തിൻ്റെ സൂചനകൾ ലൂസിഫറിൻ്റെ എൻ ക്രെഡിറ്റിൽ ഉണ്ടായിരുന്നു എന്നത് മാത്രമല്ല, യുദ്ധാനന്തര പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഭൂതകാലവും ഫാൻ തിയറികൾ മെനയാൻ ആരാധകരെ പ്രേരിപ്പിക്കുന്നുണ്ട്.